പറയുന്നുണ്ട്. അഭിനന്ദ്, ഈ തലയൊട്ടിക്ക് പുറത്താണ് മുറിവെന്നാണല്ലോ ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതിനുള്ള നടപടികൾ തുടങ്ങിയല്ലേ ഇത് പരിഹരിക്കുന്നതിനുള്ള? ഉന്മേഷ സ്കാനിംഗ് റിപ്പോർട്ടിന് ശേഷമാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഇപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ തലച്ചോറിൽ പ്രശ്നമുണ്ട് എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അതിപ്പോൾ ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിനകത്ത് തലച്ചോറിലേക്ക് അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടില്ല. തലയൊട്ടിയിൽ മാത്രമാണ് മുറിവ് സംഭവിച്ചത്. ആ മുറിവിനെ വിദഗ്ധമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. 2 മണിക്കൂർ അദ്ദേഹത്തിന് ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ആ മുറിവിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റ് ചികിത്സ എന്തൊക്കെ നൽകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് 2 മണിക്കൂർ ഇപ്പോൾ നിരീക്ഷണത്തിലിട്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ശസ്ത്രക്രിയയിലേക്ക് കടക്കുക. വലിയ മേജറായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയല്ല, മൈനറായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. ആ മുറിവ് സ്റ്റിച്ച് ചെയ്യുന്ന നടപടികളിലേക്കാണ് പോവുക. മുറിവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് മറ്റ് ചികിത്സകളിലേക്ക് കടക്കുക. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ തലച്ചോറിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. ആ സംശയത്തെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള മെഡിക്കൽ റിപ്പോർട്ടിനകത്താണ് ഇപ്പോൾ തലയൊട്ടിയിൽ മാത്രമാണ് മുറിവുണ്ടായതെന്നും ആ മുറിവ് അല്പം ഗുരുതരമായത് മറ്റ് വലിയ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. ഒരു ചെറിയ ശസ്ത്രക്രിയ അല്പസമയത്തിന് തന്നെ ഉണ്ടാകും. 2 മണിക്കൂർ നിരീക്ഷണത്തിലേക്ക് ഇപ്പോൾ ഡോക്ടറെ മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, ഈ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നേരത്തെ സംസാരിച്ച ഡോക്ടറോട് സംസാരിച്ച ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ആരാണ് ആക്രമിച്ചത്, അങ്ങനെ എന്ത് നടന്നു എന്ന് കൃത്യമായി ഡോക്ടർക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ ഡോക്ടർ സംസാരിക്കുകയൊക്കെ ചെയ്തതായി പറയുന്നുണ്ടായിരുന്നു. ഈ ഏതെങ്കിലും തരത്തിൽ ഒരു വിദഗ്ധ പരിശോധനയുടെ ആവശ്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നേരത്തെ സ്കാൻ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ മറ്റു ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നല്ലോ അഭിനന്ദ്. ഉന്മേഷ്, താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അദ്ദേഹത്തിന് നൽകേണ്ട മരുന്ന് നൽകി. ആ നൽകിയ സമയത്ത് തന്നെ അവിടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഡോക്ടർമാരുമായി സംസാരിച്ചു. തനിക്ക് എങ്ങനെയാണ് പരുക്കേറ്റത്, എത്തരത്തിലാണ് അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സനൂപ് എന്ന ആൾ കടന്നു വന്നതെന്ന് അടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. പിന്നീടാണ് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ തലച്ചോറിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തി. പിന്നീട് രണ്ടാമത് വീണ്ടും സ്കാനിംഗ് പരിശോധന നടത്തി. അതിലാണിപ്പോൾ സ്കള്ളിൽ മാത്രം, തലയൊട്ടിയിൽ മാത്രമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്ന റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോൾ അത്യാഹിത വിഭാഗത്തിലുള്ള ഡോക്ടർമാർക്ക് തന്നെ ആശങ്ക അറിയിച്ചിരുന്നു. പിന്നീട് ന്യൂറോ സർജന്മാരുടെ ഒപ്പം തന്നെ ഓർത്തോ സർജന്റെ അടക്കം മേൽനോട്ടത്തിലുള്ള പരിശോധനകളിലാണ് ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഒപ്പം തന്നെ പരിശോധനാ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ മുറിവിൻ്റെ ഘട്ടം എങ്ങനെയാണ്, ഇപ്പോൾ മുറിവിൻ്റെ ഒരു സ്വഭാവം അടക്കം അവർക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് വിദഗ്ധമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കടക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ. ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം, ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഇക്കാര്യമെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിച്ചു. ആരോഗ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം നൽകി. അദ്ദേഹത്തിന് വിദഗ്ധമായ ചികിത്സ ഉറപ്പാക്കണം. അങ്ങേയറ്റം അപലപിക്കുന്നു എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി കുടുംബവുമായിട്ട് സംസാരിക്കാനും തയ്യാറായിട്ടുണ്ട്. കുടുംബവുമായിട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ നോക്കി, പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.